ഈ ലൈവിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. പ്രത്യേകാൽ പെന്തക്കോസ്തുകളിൽ ആയിരിക്കുന്ന വിശ്വാസികൾ തീർച്ചയായും ഈ വീഡിയോ കാണുക. അതിനുശേഷം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണോ അസത്യമാണോ എന്നുള്ള കാര്യം വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് അറിയിക്കാൻ താല്പര്യപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സഹോദരന്മാർക്കും യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഇവിടെ ചേസ് ജോസഫ് എന്ന് പറയുന്ന ഇദ്ദേഹം പറയുണ്ടായി, ത്രിയേകത്വം പഠിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ആവശ്യമാണെന്നും ത്രിയേകത്വം രക്ഷയുടെ കുറിച്ചുള്ള ഉപദേശമാണെന്നും ദൈവം ത്രിയേക ദൈവം അല്ലെങ്കിൽ ആരാധനയ്ക്ക് എന്ത് സംഭവിക്കും എന്ന് കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ ത്രിയേകത്വം എന്നത് പഠിക്കുക എന്നുള്ളത് നമ്മുടെ രക്ഷയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. എന്തുകൊണ്ട് യേശു ദൈവമാണ്? ദൈവമായില്ലെങ്കിൽ നമ്മുടെ രക്ഷയ്ക്ക് എന്ത് സംഭവിക്കും? ദൈവം ത്രിയേക ദൈവം അല്ലെങ്കിൽ നമ്മുടെ ആരാധനയ്ക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതത്തിന് എന്ത് സംഭവിക്കും? നമ്മുടെ ക്രെഡിബിലിറ്റിക്ക് എന്ത് സംഭവിക്കും? ഒത്തിരി ചോദ്യങ്ങളുണ്ട്. എല്ലായിടത്തും ഈ ക്രിസ്തീയ സുവിശേഷം തന്നെ പൊളിഞ്ഞു പോകും. ഇനി ഞാൻ ഒരു രഹസ്യമാണ് നിങ്ങളോട് പറയാം. യേശു ദൈവമല്ലെന്ന് പഠിപ്പിക്കുന്ന ചില സഭകളാണ് യഹോവ സാക്ഷികൾ. നേരത്തെ ഞാൻ പറഞ്ഞ ക്രിസ്റ്റാഡൽഫിയൻസ്, ഞാൻ ഇത്തിരി സൂക്ഷിച്ചാണ് പറഞ്ഞത്, ഈ നാക്ക് ഉടക്കാതിരിക്കാൻ. പിന്നെ ഇതുപോലുള്ള യേശുവിൻ നാമക്കാർ, ഇവരെല്ലാം വിശ്വസിക്കുന്ന യേശു ദൈവം അല്ലെന്നാണ്. പക്ഷെ അവർ നിങ്ങളുടെ വീട്ടിൽ എപ്പോൾ സുവിശേഷം പറയാൻ വന്നാലും വീണ്ടും ജനിക്കുക പറയല, രക്ഷിക്കപ്പെടുക എന്നുള്ളൊരു ഉപദേശം പറയല. അതിന്റെ കാര്യം എന്താണെന്നറിയോ? രക്ഷിക്കപ്പെടുക, വീണ്ടും ജനിക്കുക എന്നുള്ളൊരു ഉപദേശം പറയണമെങ്കിൽ യേശുവിന്റെ ദൈവത്വം എംഫസൈസ് ചെയ്തേ പറ്റുള്ളൂ. കാരണം രക്ഷകൻ ഹാസ് ടു ബി ഗോഡ്. ചേസ് ജോസഫ് എന്ന് പറയുന്ന ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടല്ലോ. അദ്ദേഹം പറയുന്നത് ത്രിയേകത്വം പഠിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ത്രിയേകത്വം എങ്ങനെയാണ് രക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, ദൈവം ത്രിയേക ദൈവം അല്ലെങ്കിൽ ആരാധനയ്ക്ക് എന്ത് സംഭവിക്കും, ക്രിസ്തീയ ജീവിതത്തിന് എന്ത് സംഭവിക്കും, ക്രെഡിബിലിറ്റിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നതാണ്, യേശുക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്ന ചില കൂട്ടരെ പറ്റി അദ്ദേഹം പറയുണ്ടായി. യഹോവ വിറ്റ്നസ്, JW, ക്രിസ്റ്റാഡൽഫിയൻസ്, ജീസസ് നെയിം, ഇങ്ങനെയുള്ള 3 കൂട്ടരും യേശുക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറയുണ്ടായി. എന്നാൽ ഈ ചേസ് ജോസഫിന് ഈ JW അല്ലെങ്കിൽ ക്രിസ്റ്റാഡൽഫിയൻസിന്റെ കൂടെ യേശുനാമക്കാർ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഒരു വാചകം കേട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുവാൻ ഞാൻ നിർബന്ധിതനായത്. ഈ പറയുന്ന ചേസ് ജോസഫിന് യേശുനാമത്തെ കുറിച്ച് ഒരു ചുക്കും അറിയാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ടെന്നാൽ ലോകത്തിലുള്ള എല്ലാ യേശുനാമ വിശ്വാസികൾക്കും യേശുക്രിസ്തുവാണ് ദൈവം. യേശുക്രിസ്തു അല്ലാതെ ഒരു ദൈവം അവർക്കില്ല എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, അവരെല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട വ്യക്തികളും ഏകദൈവ വിശ്വാസവും ആയതുകൊണ്ടാണ് അവരെ യേശുനാമക്കാരെന്ന് വിളിക്കുന്നത് തന്നെ. അങ്ങനെയെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ ഇവിടെ പ്രസ്താവിച്ച ഈ കാര്യം ശുദ്ധ മണ്ടത്തരവും പോക്ഷത്തരവുമാണെന്ന് നിങ്ങൾ അറിയേണ്ടതായിരിക്കുന്നു. ഈ ചേസ് ജോസഫ് എന്ന് പറയുന്ന അദ്ദേഹം വലിയ വിദ്വാനോ പണ്ഡിതനോ ഒക്കെ ആണെന്ന് അറിയാൻ വേണ്ടിയാണ് പറയുന്നത്. ക്രിസ്റ്റാഡൽഫിയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ സൂക്ഷിച്ചാണ്
പറയുന്നത്, അല്ലെങ്കിൽ നാക്കുളുക്കെന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ വെറുതെ ഈ പിന്നെ KG യിലും LKG യിലും പഠിക്കുന്ന പിള്ളേര് ജോണി ജോണി യെസ് പപ്പ, ഈറ്റിംഗ് ഷുഗർ നോ പപ്പ എന്ന് പറയുന്ന പിള്ളേര് പോലും ശരിയായിട്ട് പറയുന്ന ഒരു കാര്യമാണിത്. അതെന്തോ വലിയ കാര്യമാണെന്ന് പറയിക്കാൻ വേണ്ടിയാണ് ക്രിസ്റ്റാഡാൽഫിയൻസ്, അതൊക്കെ നാക്കുറുക്കുന്ന വാക്ക്, എന്താ സ്വർഗത്തിൽ നിന്ന വാക്കാണ് ഇത് ക്രിസ്റ്റാഡാൽഫിയൻസ് എന്ന് പറയുന്നത്. ചുമ്മാ കൊച്ചുപിള്ളേർ പോലും LKG UKG പഠിക്കുന്നവർ പറയും ഇതൊക്കെ. ബോംബെയിൽ കേട്ടോ, ഞാൻ 40 വർഷമായിട്ട് ബോംബെയിൽ, അതുകൊണ്ട് എനിക്കറിയാം പിള്ളേരെ. അവർക്ക് നല്ല സ്മാർട്ട് പിള്ളേരാ. ഇതൊക്കെ വെറുതെ ചുമ്മാ 3-4 വയസ്സാകുമ്പോഴേ പറയാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഇദ്ദേഹം ഏതാണ്ട് വലിയ ഒരു കാര്യത്തിൽ എവിടുന്ന് ഇറക്കിക്കൊണ്ട് വന്നാണെന്ന് മറ്റുള്ള വലിയ ജ്ഞാനി എന്ന് അറിയിക്കാനും വേണ്ടി പറഞ്ഞിരിക്കുന്ന വാക്യമാണത്, ഒരു വാചകമാണത്. ഓക്കെ, അത് പോട്ടെ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് യേശുനാമക്കാർ എന്ന് പറയുന്ന ഒരു കൂട്ടർക്ക് യേശു ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കുന്നില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പോഷത്വത്തിനുള്ള അവാർഡ് കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് ഈ ചീസ് ജോസഫ്. ഏറ്റവും വലിയ മണ്ടത്തരം പറഞ്ഞ അങ്ങനെ ഒരാൾക്ക് ഒരു അവാർഡ് കൊടുക്കണമെങ്കിൽ ഈ ചീസ് ജോസഫിന് തന്നെ കൊടുക്കണം. യേശുനാമത്തെ കുറിച്ച് ഒരു ചുക്കും അറിയാതെ വായി വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന പോലെ പറഞ്ഞ ചീസ് ജോസഫെ UPCI എന്നുള്ള ഒരു സഭയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുക. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 200-ൽ കൂടുതൽ രാഷ്ട്രങ്ങളിൽ സഭയുള്ള ഒരു വണ്ണസിന്റെ ചർച്ചാണ് യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ യേശുനാമത്തെ കുറിച്ചോ യേശുനാമത്തിലുള്ള ആളുകളെ കുറിച്ചോ അവിടെ സഭകളിലോ അവിടെ പാസ്റ്റർമാരെ ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് വെറുതെ വായി വരുന്നത് കോതയ്ക്ക് പാട്ടാവുന്ന പോലെ പറഞ്ഞു വിട്ട ജെയ്സ് എന്റെ പേര് ചേസ് ഈ പേര് തന്നെ ഒരു തരിയുടെ പേരാ. ചേസ് എന്നൊന്നും ആർക്കെങ്കിലും പേരുണ്ടോ? ഞാൻ ഗൂഗിൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് ഇതിന്റെ പേര് കേട്ടപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് ആർക്കെങ്കിലും ഇങ്ങനെ പേരുണ്ടോ? ഈ ലോകത്തില് ഇങ്ങനെ ഒരു പേര് ആർക്കും ഇല്ല. ചേസ് എന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കും. ഇപ്പം ഒരു പോലീസ് കള്ളനെ ഓടിക്കുന്നതിന് ചേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിടികിട്ട പുള്ളികളെ പിടിക്കാൻ ഓടുമ്പോൾ അവർക്ക് അത് പറയുന്നതാണ് ചേസ്. നല്ല ഒരു പേര് ജോസഫ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ജോസഫിനെ കുറിച്ച് കമ്പയർ ചെയ്യുന്ന നല്ല ബൈബിളിലെ ഒരു വിശ്വസ്തനായ ഒരു വ്യക്തിയുടെ പേരാണ് ഇദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. എന്നിട്ട് ബൈബിളിന്റെ ABCD അറിയാത്ത ചീസ് ജോസഫെ, യേശുനാമം എന്ന് പറയുന്നത് അത് ഇന്ന് തുടങ്ങിയതല്ല. യേശുനാമക്കാർക്ക് പാരമ്പര്യം പറയാൻ പറ്റും. ഈ യേശുനാമക്കാർ ആരാന്നറിയാമോ? യേശു ക്രിസ്തു തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരാണ്. അവരെയാണ് ക്രിസ്ത്യാനികൾ വിളിച്ചത്. അവരാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ലോകം മുഴുവൻ പരത്തിയതും പ്രചരിപ്പിച്ചതും മാതൃകയാക്കി കാണിച്ചത്. ഉപദേശമാണ് ഈ ലോകത്തിൽ ഇപ്പോൾ വാലിഡായിരിക്കുന്നത്. അവരെ 1-ാം നൂറ്റാണ്ടിൽ ആളുകൾ പരിഹസിച്ചു വിളിച്ചു. അവരോട് പറഞ്ഞു, ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് വാണിംഗ് കൊടുത്തു. അവരെ ഉപദ്രവിച്ചു, അടിച്ചു. അങ്ങനെ അടികൊണ്ട ആ അപ്പോസ്തലന്മാർ പറഞ്ഞ ഉപദേശങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങളാണ് യഥാർത്ഥ യേശുനാമക്കാർ, അവരുടെ പിൻഗാമികൾ. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഈ ലോകത്തിൽ ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം സാക്ഷാൽ ജീവിക്കുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ യേശു ക്രിസ്തു ആരാണെന്ന് അറിയാമോ ബ്രദർ ചേസ് ജോസഫ്? ഈ രക്ഷകനായ യേശു ക്രിസ്തു ആരാണെന്ന് അറിയാമോ? ഉൽപ്പത്തി മുതൽ മലാക്കി വരെ കാണുന്ന യഹോവ അല്ലെങ്കിൽ യാഹ് എന്ന ദൈവം തന്നെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയ അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ് ആ ദൈവം. അതായത് ഉൽപ്പത്തി മുതൽ മലാക്കി വരെ കാണുന്നതായ
ഇസ്രായേലിന്റെ ദൈവം, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്ന് ആവർത്തനം 6:4 പറയുന്ന ആസ്പദവാക്യം അറിയാവുന്ന ഇസ്രായേലിന്റെ ജനത്തിന് അറിയാം, ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവം തന്നെയാണ്. ഫസ്റ്റ് തിമോത്തി 3:16 പറയുന്നു, without controversy, great is the mystery of the godliness, God was manifest in the flesh. ഇംഗ്ലീഷ് കൂടെ അറിയാമോ നിങ്ങൾക്ക്? മനസ്സിലാക്കുക കേട്ടോ. ABCD അറിയാതെ, ബൈബിളിലെ ABCD അറിയാതെ യേശുനാമക്കാര് അവർക്ക് യേശു ദൈവമല്ലെന്ന് പറയുന്ന പോഷത്വം ഇനി വിളമ്പല്ലേ കേട്ടോ. അതിന് യേശുനാമക്കാര് നല്ല ചുട്ട മറുപടി തരാൻ യോഗ്യന്മാരായിട്ട് ഇവിടെയുണ്ട്. കേരളത്തിലെ കാര്യം എനിക്കറിയില്ല. എന്നാൽ ഇങ്ങനെയുള്ള പോഷത്തരങ്ങൾ വീഡിയോയിൽ പറയുമ്പോൾ അത് നല്ല ചുട്ട മറുപടി കൊടുക്കാൻ പ്രാപ്തരായ യേശുക്രിസ്തുവിന്റെ നാമക്കാര് കേരളത്തിൽ തന്നെ ഉണ്ട്. ഇല്ല എങ്കിൽ ഇപ്പോൾ കേട്ടുകൊള്ളുക. യേശുക്രിസ്തുവിന്റെ നാമക്കാർ എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ തന്നെയാണ്. പുതിയ നിയമത്തിലെ യേശുക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവരാണ് യേശുനാമക്കാര്. വേറൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ പറയുമല്ലോ അവർ യേശുനാമക്കാരാണെന്ന് പറയുമല്ലോ. അപ്പോൾ അവർ യേശുനാമക്കാരെന്ന് പറയുമ്പോൾ ഈ പറയുന്ന നിങ്ങൾ യേശുനാമക്കാരനല്ലല്ലോ. അപ്പൊ നിങ്ങൾ ഏത് നാമക്കാരനാ? ഈ ലോകത്തിൽ 2 നാമമേ ഉള്ളൂ. ഒന്ന് യേശുവിന്റെ നാമം, അല്ല എങ്കിൽ ലൂസിഫറിന്റെ നാമം. അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരെ പറയുമ്പോൾ, മറ്റുള്ളവർ യേശുനാമക്കാരെന്ന് പറയുമ്പോൾ അവർ ഏക ദൈവത്തെ വിശ്വസിക്കുകയും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്ഥാനത്തെ വിശ്വസിക്കുകയും ചെയ്യുന്ന അവരെ നിങ്ങൾ യേശുനാമക്കാരൻ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ യേശുനാമക്കാരനല്ല. അപ്പോൾ നിങ്ങൾ ആരുടെ നാമക്കാരനാണ്? നിങ്ങൾ ഷാഷിന്റെ നാമക്കാരൻ അല്ലെങ്കിൽ ലൂസിഫറിന്റെ സംഗതിയ. ഓക്കെ, അത് ഞാൻ വെറും പച്ചയ്ക്ക് വിളിച്ചു പറയാ. എന്തുകൊണ്ടെന്നാൽ ഇനി മേലിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ വിളിച്ചു പറയരുത്. അതിനുവേണ്ടി ഒരു വാണിംഗ് തന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇതൊരു വാണിംഗ് ആണ്. ഇനി മേലിൽ യേശുനാമക്കാർക്കിട്ട് ചൊറിയാൻ വരല്ലേ. ചൊറിയാൻ വന്നാൽ നല്ല ചുട്ട അടി ബൈബിൾ പ്രകാരം വചനം എന്ന വാളുകൊണ്ട് വിട്ടും. അറിയാമോ, ഇസ്രായേലിന്റെ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഏലിയാവിന്റെ ഉള്ളിൽ വ്യാപരിച്ച ശക്തി അറിയാമോ? ബാലിന്റെ സേവകന്മാരെ 480 പ്രവാചകന്മാരെ കിദ്രോൻ തോട്ടിൽ കൊണ്ടുപോയിട്ട് വാളുകൊണ്ട് വെട്ടിക്കളഞ്ഞു, കൊന്നുകളഞ്ഞു. അതുപോലെ യേശുക്രിസ്തുവിന്റെ നാമത്തിനെതിരായി വരികയും സംസാരിക്കുകയും ചെയ്താൽ വചനം എന്ന വാളുകൊണ്ട് വെട്ടി ഞങ്ങൾ അവരെ നശിപ്പിക്കും. ആ ഏലിയാവിന്റെ ഉള്ളിലും ആ ഗോലിയാത്തിനെ നശിപ്പിച്ച ദാവീദിന്റെ ഉള്ളിലും വ്യാപരിച്ച ആത്മാവാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ളവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആത്മാവാണ്. അതുകൊണ്ട് യേശുനാമക്കാരെ ചൊറിയാൻ വരണ്ട. നിങ്ങളുടെ പാണ്ഡിത്യം, നിങ്ങളുടെ BTHO MDHO MDivinity ഒക്കെ നിങ്ങൾ വല്ലയിടത്തും പോയി പഠിച്ച് വല്ലവന്റെയും ബുക്ക് വായിച്ചറിഞ്ഞല്ല അല്ലാതെ ബൈബിളിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ABCD അറിയാമായിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ സംസാരിക്കുമായിരുന്നോ? യേശുനാമക്കാർക്ക് ദൈവം യേശുക്രിസ്തു ദൈവമല്ലെന്ന് പറഞ്ഞത്. ഇത്ര പോഷത്വം. ദിസ് ഈസ് വൺ ഓഫ് ദ വണ്ടർഫുൾ ഇൻ ദ വേൾഡ്. അതുകൊണ്ട് സഹോദര ഷെയ്സ് ജോസഫേ, ഇനി മേലിൽ യേശുനാമത്തിനെതിരായിട്ടോ യേശുനാമക്കാരോട് ചൊറിയാൻ വന്നാൽ നിങ്ങൾ പാഠം പഠിക്കും. ഓക്കെ, അത്ര മാത്രമേ ഞാൻ ഇപ്പം പറയുന്നുള്ളൂ. ബ്രദർ ഷെയ്സ് ജോസഫ്, നിങ്ങൾ പറയുണ്ടാക്കി ത്രിയേകത്വം ഇല്ലെങ്കിൽ ദൈവം എന്താണ്, രക്ഷ എന്താകും, അല്ലെങ്കിൽ ത്രിയേക ദൈവം ഇല്ലെങ്കിൽ നമ്മുടെ ആരാധനയ്ക്ക് എന്ത് സംഭവിക്കും, നമ്മുടെ ജീവിതത്തിന് എന്ത് സംഭവിക്കും, നമ്മുടെ ക്രെഡിബിലിറ്റിക്ക് എന്ത് സംഭവിക്കും എന്നൊക്കെ ചോദിച്ചില്ലേ? ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ല. മറിച്ച് ത്രിയേകത്വമെന്നും ത്രിയേകനെന്നും തൃത്വമെന്നും തൃത്വത്തിൽ ഒന്നാമനെന്നും രണ്ടാമനെന്നും മൂന്നാമനെന്നും പറയുമ്പോഴുണ്ടല്ലോ, ഇതൊക്കെ ബൈബിളിൽ അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത പദങ്ങളായതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. ലൂസിഫറിന്റെ ആത്മാക്കൾ ഒന്ന് നിങ്ങളെ പിടിക്കും. ലൂസിഫറിനറിയാം ഒരു ദൈവമേ ഉള്ളെന്ന്. അവൻ തേജസ്സിന്റെ കർത്താവ് നിന്ന് വരുന്ന തേജസ് മറയ്ക്കുന്ന കെറൂബായിരുന്നു. അതുകൊണ്ടാണ് യാക്കോബ് 2:19 പറയുന്നത്, ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നു കൊള്ളാം, പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്ന പിശാചിനറിയാം 3 ദൈവത്തെ വിശ്വസിച്ചാൽ ആ
പിശാചുകളുടെ കൂട്ടമാണ് നിങ്ങളുടെ മുമ്പിലും പിമ്പിലും നിങ്ങളുടെ കൂട്ടായ്മയിൽ ഉള്ളതെന്ന് മനസ്സിലാക്കുക. അതായത് ബൈബിളിലെ വാക്യങ്ങൾക്കും വചനങ്ങൾക്കും എതിരായിട്ട് ദൈവം ഏകനെന്ന് പറയുമ്പോൾ ആ ഏകന്റെ മുമ്പിൽ സ്ത്രീ കൂട്ടിയാൽ ആ കൂട്ടുന്നവൻ ആരാണ്? കള്ളൻ. അപ്പൊ നിങ്ങള് ത്രിയേകൻ എന്ന് കൂട്ടി. ദൈവം ഏകനെന്നാണ് ബൈബിളിൽ പറയുന്നത്. യെശയ്യാപ്രവചനത്തിൽ പറയുന്നു, എന്റെ മുമ്പിൽ ഒരു ദൈവമില്ല, എന്റെ പുറകിൽ ഒരു ദൈവമില്ല, എന്റെ വശത്തൊരു ദൈവമില്ല, എന്റെ സൈഡിൽ ഒരു രക്ഷകനില്ല, ഞാൻ ഒരുത്തനെയും അറിയുന്നില്ല, ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തു, ആർ എന്നോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് വെല്ലുവിളിച്ച് യഹോവയായ ഏകദൈവം പറയുമ്പോൾ നിങ്ങൾ പറയാണ്, അല്ല നീ അങ്ങനെയൊക്കെ പറഞ്ഞോ, നിനക്ക് സപ്പോർട്ടായിട്ട് രണ്ടുപേരെ ഞങ്ങൾ നിന്റെ വലത്തും ഇടത്തും വരാം. ഇതല്ലേ നിങ്ങൾ പറയുന്നത്? പോഷത്തരവും മണ്ടത്തരവും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഉൽപ്പത്തി മുതൽ മലാക്കി വരെ കാണുന്നതായ യഹോവയായ ദൈവം തന്നെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയ ദൈവം തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു. For unto us a child is born, a son is given. He shall be called Wonderful Counselor, Mighty God, Everlasting Father, Prince of Peace. ഇതാണ് പറഞ്ഞിരിക്കുന്നത് പ്രവചനത്തില്. ഏതാ? നമുക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനായ ദൈവം. എത്ര വീരന്മാരായ ദൈവമുണ്ട് ബ്രദർ ചേസേ? എത്ര വീരദൈവമുണ്ട്? അവൻ വീരനായ ദൈവം, നിത്യപിതാവ്, എവർലാസ്റ്റിംഗ് ഫാദർ ആണ്. യോഹന്നാൻ 10 മുമ്പിൽ പറയുന്നു, യേശുക്രിസ്തു പറയുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. അപ്പോൾ യേശുക്രിസ്തു പിതാവാണെന്ന് പറയുന്നു, യെശയ്യാ പറയുന്നു നിത്യപിതാവാണെന്ന് പറയുന്നു. അപ്പൊ നിത്യപിതാവും പിതാവും യേശുക്രിസ്തു ആണെങ്കിൽ നിങ്ങൾ വേറെ യേശുക്രിസ്തുവിന് വേറെ ഒരു അപ്പനെ ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. അതാ വേറൊരു യേശുക്രിസ്തു തന്നെ പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ ഞാൻ എങ്ങനെ ഒരു പിതാവിനെ കാണിച്ചിരുന്നു, ഇന്നു മുതൽ നിങ്ങൾ അവനെ കാണുന്നു, അവനെ അറിയുന്നു, അവനെ കണ്ടുവരിക്കുന്നു. അപ്പോൾ ഇതാണ് യേശുക്രിസ്തു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അതാ ഈ പുത്രൻ പറഞ്ഞതാണ്. അപ്പൊ ആ പുത്രനും ആ പിതാവും ഒന്നു തന്നെയാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് 3 വേണമല്ലോ അല്ലെ? 3 അല്ലാതെ നിങ്ങൾക്ക് സപ്പോർട്ടില്ലാതെ നടക്കാൻ പറ്റുകയെന്ന് തോന്നുന്നു. അപ്പോൾ യേശുക്രിസ്തു ദൈവമാണെന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ലേഖനങ്ങൾ കൂടെയും പുസ്തകങ്ങൾ കൂടെ ലോകത്തെ മുഴുവൻ അറിയിക്കുന്ന ഒരു കൂട്ടരാണ് യേശുക്രിസ്തുവിന്റെ നാമക്കാരെന്ന് ഇപ്പോൾ അറിഞ്ഞുകൊള്ളുക. ഇനി മേലിൽ ഈ വായി വരുന്നത് കോതയ്ക്ക് പാട്ടായിട്ട് എന്തെങ്കിലും സംസാരിക്കരുതേ എന്ന് ഞാൻ നിങ്ങളോട് വാണിംഗ് തരിക. വാണി അപേക്ഷിക്കുന്നു. നിങ്ങളോട് അപേക്ഷിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ദൈവവചനത്തിന് വിരോധമായി എപ്പോൾ സംസാരിച്ചാലും ഏത് മീഡിയയിൽ വന്നാലും എന്റെ ദൃഷ്ടിയിൽപ്പെട്ടാൽ അവിടെ വന്ന് ഞാൻ എൻകൗണ്ടർ ചെയ്യും നിങ്ങളെ. അതുകൊണ്ട് ബൈബിൾ പഠിക്കുക. 66 പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഒരൊറ്റ ദൈവമാണ്, ഏകദൈവം. അത് കർത്താവായ യേശുക്രിസ്തു ആണ്. പഴയ നിയമത്തിൽ ഇസ്രായേലിന്റെ ദൈവം, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്ന് ഇസ്രായേലിന്റെ ഹൃദയങ്ങളിൽ അവിടെ തലമുറയായി വിശ്വസിക്കുന്ന ആ ഏക ദൈവം തന്നെയാണ് ഈ ഭൂമിയിൽ മനുഷ്യനായി വന്ന് പ്രത്യക്ഷപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അതുകൊണ്ട് വിതൗട്ട് കോൺട്രവേഴ്സി, ഗ്രേറ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്, ഗോഡ് വാസ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. ദൈവം ആയിരുന്നു ജഡത്തിൽ വെളിപ്പെട്ടത്. നിങ്ങൾ എപ്പോഴും പറയും മനുഷ്യരെ കൺഫ്യൂസ് ചെയ്യാൻ നിങ്ങൾ പറയും, പുത്രൻ ജഡത്തിൽ വെളിപ്പെട്ടു, പുത്രൻ ജഡത്തിൽ വെളിപ്പെട്ടു. റോങ് അത്. പുത്രൻ എന്ന് പറയുമ്പോൾ ജഡമായല്ലോ, പിന്നെ എങ്ങനെ ജഡത്തിൽ വെളിപ്പെടുന്നത്? ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറയാൻ നിങ്ങൾക്ക് മാനക്കേടാ. നിങ്ങള് ഈ വിശ്വാസികളെ, നിങ്ങളുടെ ചർച്ചിലുള്ള വിശ്വാസികളെ ഈ പമ്പര വിഡ്ഢികളാക്കിക്കൊണ്ട് 3 ദൈവമുണ്ടെന്ന് പഠിപ്പിച്ച് തൃത്വമെന്നും ത്രിയേകനെന്നും
സാരാംശം സത്ത മെത്ത കൊത്ത എന്ന് പറഞ്ഞ് പാവപ്പെട്ട വിശ്വാസികളെ കബളിപ്പിച്ചിട്ട് ഏകസത്യ ദൈവത്തിൽ നിന്ന് അവരെ അകറ്റി തൃത്വം എന്ന വിഷം അവരുടെ ഉള്ളിൽ കുത്തിവെച്ചിട്ട് ഇവരെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ ദുരുപദേശത്തിന്റെ പ്രസംഗം നിർത്തുക. നിങ്ങളുടെ വയറ് നിറയ്ക്കാൻ നിങ്ങൾക്ക് യേശുവിന്റെ നാമം വേണം, അല്ലേ? ഭൂതത്തെ ഓടിക്കാൻ യേശുവിന്റെ നാമം വേണം, രോഗികളെ സൗഖ്യമാക്കാൻ യേശുവിന്റെ നാമം വേണം, അത്ഭുതം പ്രവർത്തിക്കാൻ യേശുവിന്റെ നാമം വേണം, വീര്യപ്രവർത്തിക്ക് യേശുവിന്റെ നാമം വേണം, അനുഗ്രഹത്തിന് യേശുവിന്റെ നാമം വേണം. സ്നാനം വരുമ്പോൾ മാത്രം ഈ രക്ഷകനായ യേശുവിന്റെ നാമം പുറങ്കാല കൊണ്ട് തട്ടിക്കളയുന്ന ദുരുപദേശകനെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതമോർത്ത് മുറയിടുക. എന്നെ കേൾക്കുന്ന തൃത്വത്തിലായിരിക്കുന്ന എന്റെ പൊന്നു സഹോദരി സഹോദരന്മാരെ, നിങ്ങളോട് വളരെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളോട് പറയുന്നു, വളരെ സ്നേഹത്തോട് പറയുന്നു, ആദരവോടെ പറയുന്നു, നിങ്ങൾ ഈ ചതിയന്മാരുടെ, ഈ കള്ള പാസ്റ്റർമാരുടെ ഉപദേശത്തിൽ മയങ്ങി നിങ്ങളുടെ സ്വത്ത് മുഴുവൻ, നിങ്ങളുടെ പോക്കറ്റിലെ പണം മുഴുവൻ അപഹരിച്ചുകൊണ്ട് ഇത്ര ലക്ഷറിയായിട്ട് സഞ്ചരിക്കുകയും ഡീൽ ചെയ്യുന്ന ഈ ദുരുപദേശരെ സൂക്ഷിക്കുക. ഇവരെ വിട്ട് ഓടിപ്പോവുക, അല്ലെങ്കിൽ നിങ്ങളും ഇവരോടൊപ്പം നരകത്തിൽ ഉണ്ടായിരിക്കും. എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ രക്ഷയെ നഷ്ടമാക്കുന്നത്? ഈ കള്ളന്മാർ മുഖാന്തരം നിങ്ങൾ എന്തിനാ നിങ്ങളുടെ രക്ഷ നഷ്ടമാക്കണം? അപ്പോസ്തലനായ പത്രോസ് വിളിച്ചു പറഞ്ഞു, മറ്റൊരുത്തൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അപ്പൊ രക്ഷിക്കപ്പെടുവാൻ, പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ, പാപങ്ങളെ കഴുകിക്കളയാനുള്ള ഒരൊറ്റ നാമമാണ്, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമം പറയുമ്പം ചൊറിച്ചിൽ പിടിക്കും. ആർക്ക്? ലൂസിഫറിനും അവന്റെ സന്തതിക്കും. അങ്ങനെയുള്ള ഒരു സന്തതിയാണ് ഈ ചേസ് ജോസഫ്. സോറി, I wanted to tell this openly because I am exposing the truth and I am tearing the mask of the hypocrites in front of the world and the public. അതുകൊണ്ട് തൃത്വത്തിന്റെ വലയിൽ അകപ്പെട്ടിരിക്കുന്ന വിശ്വാസികളെ ആ തൃത്വത്തിന്റെ കെട്ടുപൊട്ടിച്ച് വെളിയിൽ വന്ന് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടാൽ നിങ്ങളുടെ പാപത്തിന് മോചനം ലഭിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 38 പറയുന്നത്, പത്രോസ് പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ, കണ്ടോ, പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും. ഈ സ്നാനമാണ് അപ്പോസ്തലന്മാർ കാണിച്ചതും പഠിപ്പിച്ചതും പ്രചരിപ്പിച്ചതും ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നതും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം ആരെങ്കിലും കഴിപ്പിച്ചെങ്കിൽ, ഏതെങ്കിലും ഒരു അപ്പോസ്തലൻ പെടുത്തിയെങ്കിൽ, ഏതെങ്കിലും ഒരു വിശ്വാസി ഏറ്റെങ്കിൽ ഒരു പ്രൂഫ് തരാൻ പറ്റുമോ വിശ്വാസികളെ? അങ്ങനെ ഒരു സ്നാനം വഞ്ചിച്ച് നരകത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന ആ ആടിന്റെ ചോലിട്ട ചെന്നായ്ക്കളാണ് ഇവര്. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ചേസ് ജോസഫെ, ഞാൻ അധികം ഇപ്പോൾ സംസാരിക്കുന്നില്ല. ഇനി മേലിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തോട് എതിർക്കുകയോ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളവരോട് ചൊറിയോ അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള റിപ്ലൈ തരാൻ നല്ല ചുണക്കുട്ടന്മാരുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുകൊണ്ട് മൗനമായിരിക്കുക, ബൈബിൾ പഠിക്കുക. നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്ഥാനപ്പെട്ടില്ലെങ്കിൽ നിങ്ങളൊരു പാപിയാണ്. ആ പാപത്തിൽ നിങ്ങൾ മരിക്കും. John chapter 8:24 is saying, if you don't believe that I am He, it's a sin. You will die in your sins. അതായത് യേശു ക്രിസ്തു യഹോവ ആണെന്ന് വിശ്വസിച്ചില്ല എങ്കിൽ അത് പാപമാണ്. ആ പാപത്തിൽ നിങ്ങൾ മരിക്കും. ഓക്കെ, അതുകൊണ്ട് മനസ്സിലാക്കുക, ഒരു ദൈവം മാത്രമേ ഉള്ളൂ ഇസ്രായേലിൽ ഉണ്ടായിരുന്നത്. ആ ഇസ്രായേലിന്റെ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു. അപ്പൊ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഏക സത്യദൈവമായ കർത്താവായ യേശു ക്രിസ്തു. ഓക്കെ, അതുകൊണ്ട് ബൈബിൾ വായിക്കുക, മനസ്സിലാക്കുക, മനസ്സാന്തരപ്പെടുക, രക്ഷ സമ്പാദിക്കുക. അല്ലാതെ യേശുനാമക്കാരെ കളിയാക്കാനോ യേശുനാമത്തിന് പറയുന്ന അത് മനസ്സിലാക്കിയിരിക്കുന്ന വിരോധമായി
നേരെ ഘടകമായിട്ട് സംസാരിച്ച ഷെയ്ഖ് ജോസഫിനുള്ള മറുപടിയാണ് ഇപ്പോൾ തന്നത്. അതുകൊണ്ട് മേലിൽ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക. ഓക്കെ, വേറെ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാൻ പോകണം ഷെയ്ഖ് ജോസഫെ. ഞങ്ങൾ എല്ലാ ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും രാത്രി 9 മണിക്ക് ദൈവം ഏകനോ ത്രിയേകനോ എന്നുള്ള വിഷയത്തെ കുറിച്ചും സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലോ അതോ യേശുക്രിസ്തുവിന്റെ നാമത്തിലോ എന്നുള്ള ഈ 2 സബ്ജക്ട്, യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്നുള്ള ഫേസ്ബുക്ക് പേജിലും യൂട്യൂബിലും ലൈവായി വരുന്നുണ്ട്. നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നട്ടലുണ്ടെങ്കിൽ ഞങ്ങളുടെ ലൈവിൽ വരിക, ഡയറക്റ്റ് സംസാരിക്കുക. ഞങ്ങളുടെ ലിങ്കിൽ നിങ്ങളെ ചേർത്ത് ക്വസ്റ്റ്യൻ ആൻസർ പറയുക. ഓക്കെ, അപ്പം നിങ്ങളുടെ തൃത്വം എന്താണെന്ന് പഠിക്കട്ടെ. തൃത്വം ഒരു വാക്ക് ബൈബിളിലില്ല, ത്രിയേകൻ ഇല്ല. പിന്നെ നിങ്ങളോട് ആര് പറഞ്ഞു ഈ ബൈബിളിൽ ഇല്ലാത്ത കൂട്ടിച്ചേർത്ത് പറയാൻ? വിശ്വാസികളോട് പഠിപ്പിക്കാൻ ആര് പറഞ്ഞു? നിങ്ങളൊരു കള്ളപ്പാഷല്ലേ? വചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് ബൈബിൾ പറയുമ്പോൾ, നിങ്ങൾ ദൈവം ഏകൻ പറയുമ്പോൾ ദൈവം ത്രീ ഏകൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ത്രീ അവിടെ കൂട്ടി. ബൈബിൾ ഉണ്ടോ? ആര് പഠിപ്പിച്ചു? ബൈബിൾ ഇങ്ങനെ പറയുന്നു, ലൂക്കോസ് 24:47 ഇങ്ങനെ പറയുന്നു, മോശ മുതൽ സകല പ്രവാചകന്മാരും സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം എഴുത്തു തുടങ്ങിയത് ആരാദ്യം? Who introduced God to this world? It is Moses. മോസസ് ആണ് പറഞ്ഞത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് യേശുക്രിസ്തു പറയുന്നു അത് എന്നെ കുറിച്ചാണെന്ന്. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്തെഴുതി? സങ്കീർത്തനങ്ങൾ എന്താ എഴുതിയിരിക്കുന്നത്? യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. യേശുക്രിസ്തു പറയുന്നു ഞാൻ നല്ല ഇടയനാകുന്നു. അപ്പോൾ ഷെയ്ഖ് ജോസഫെ മനസ്സിലാക്കുക, പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളും ബൈബിളിലെ 66 പുസ്തകങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ ദൈവമാണ്, അത് കർത്താവായ യേശുക്രിസ്തു ആണ്. അത് കാണാതെ വണ്ണം തൃത്വത്തിന്റെ ലഹരി പിടിച്ച് ലൂസിഫറിന്റെ സന്തതിയുടെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് മുമ്പോട്ട് പോകുന്ന തൃത്വ കള്ളപ്പാക്ഷന്മാരെ, ദുഷ്പ്രചരണം നടത്തുന്നവരെ നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ദുഷ്പ്രചരണം നിർത്തിവെക്കുക. ജനങ്ങളെ വഞ്ചിക്കാതെ അവരെ സത്യം മനസ്സിലാക്കി കൊടുക്കുക. ഏകദൈവം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഈ ത്രിയേകൻ തൃത്വം ഇതൊക്കെ എവിടെ നിന്ന് വന്നാന്നറിയാമോ? AD 325 കോൺസ്റ്റന്റൈൻ എംപറർ തെർത്തുല്യനുമായിട്ടുള്ള സിൻഡിക്കേറ്റില് നിസിയൻ കൗൺസിൽ ആരംഭിച്ച ഒരു കൊലപാതകന്റെ ഉപദേശമാണ് തൃത്വ ഉപദേശം എന്ന് കാനം അച്ഛൻ പറയുന്ന ടേപ്പ് നിങ്ങൾ കണ്ടു പഠിക്കുക. എനിക്ക് എന്നോടും നിങ്ങളോടും എല്ലാവരോടും പറയാനുള്ളത്, ദൈവത്തിന്റെ സന്നിധിയിൽ തന്ത്രങ്ങളെല്ലാം മാറ്റിവെക്കണം. കാപട്യത്തിന് അംഗീകാരമില്ലാത്ത ഒരു കള്ളനാണയം ചെലവാകാത്ത ഒരു സന്നിധി ഉണ്ടെങ്കിൽ അത് ദൈവസന്നിധിയാണ്. പ്രൈസ് ദി ലോർഡ്. ആയിരക്കണക്കിന് തെളിവുകൾ ഇതിനുവേണ്ടി നിരത്തുവാൻ എൻ്റെ പക്കലുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അപ്പോസ്തോലിക കാലത്തെ മടക്കിയെടുക്കണം. ഞാൻ ഒരു കാര്യം പറയാം. ഞാനൊരു എക്സ്പ്രീസ്റ്റ് ആണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. 3 നൂറ്റാണ്ടുകൾ വരെ സത്യം പറഞ്ഞാൽ അപ്പോസ്തോലിക സഭ അതിന്റെ തനിമയിൽ നിലനിന്നു. 3 നൂറ്റാണ്ടുകൾ അപ്പോസ്തോലിക ഉപദേശം, അതിന്റെ സിംപ്ലിസിറ്റി, അതിന്റെ ബ്രദർഹുഡ്, അതിന്റെ ഡിവൈൻ ലവ്, ദൈവസ്നേഹം, ഇതെല്ലാം നിലനിന്നു. അന്ന് വീടുകളിൽ ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്. തമ്മിൽ സഹോദര എന്ന് വിളിച്ചു. വളരെ മനോഹരമായിരുന്നു. കുസ്തന്തീനോസ് രാജാവിനെ സാത്താൻ വേഷം കെട്ടി രംഗത്ത് കൊണ്ടുവന്നു. അയാൾ എന്ത് ചെയ്യുന്നറിയാമോ? അയാൾ ഇതിനെ ഹയറാർക്കിയാക്കി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സംശയം ഉണ്ടെങ്കിൽ, ഞാൻ ഈ പ്രമാണമില്ല വല്ലതും പറഞ്ഞിട്ട് പോകുന്ന ഒരു മനുഷ്യല്ല. എൻ്റെ കയ്യിൽ ഓർത്തഡോക്സ് സഭ അടിച്ച് പ്രസിദ്ധീകരിച്ച പാമ്പാടി തിരുമേനിയുടെ ആശീർവാദത്തോടു കൂടി ഒരു പുസ്തകം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അതിനകത്ത് പരസ്യമായിട്ട് എഴുതിയിട്ടുണ്ട്, കുസ്തന്തീനോസ് ചക്രവർത്തി വിശ്വാസിയായിട്ട് സഭയ്ക്കകത്ത് വന്നതല്ല.
തന്ത്രപരമായിട്ട് ഇതിനകത്ത് കയറിയതാണ്. അദ്ദേഹം മരിക്കുന്നവരെയും നിക്യായിലെ സുന്നതദോസ് നടത്തുന്ന സമയത്ത് പോലും അദ്ദേഹം ബാപ്റ്റിസം സ്വീകരിച്ചിരുന്നില്ല. ഒടുവിൽ മരിക്കുന്നതിന് ചില മിനിറ്റുകൾക്ക് മുമ്പെയാണ് അദ്ദേഹം സ്നാനമേറ്റത് എന്നെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇത് വല്ലതും നമ്മുടെ പാവപ്പെട്ട ജനത്തിന് അറിയാമോ? അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ആ 3 നൂറ്റാണ്ട് വരെ നിലനിന്ന ആദിമ അപ്പോസ്തോലിക സത്യത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. നമുക്ക് നമ്മുടെ പിതാക്കന്മാരെ പോലെ പ്രൈസ് ദി ലോർഡ് ആ ആദിമ വിശുദ്ധിയിലേക്ക് മടങ്ങിപ്പോകാം, ആദിമ നീതിയിലേക്ക് മടങ്ങിപ്പോകാം. അദ്ദേഹം ജ്ഞാനോച്ചൻ പറഞ്ഞു 300 വർഷങ്ങൾ അപ്പോസ്തലന്മാര് ആദ്യകാലം തുടങ്ങി 300 വർഷങ്ങളിൽ അപ്പോസ്തോലിക ഉപദേശമായിരുന്നു ലോകത്തെങ്ങും ഉണ്ടായിരുന്നത്. എന്നാൽ കുസ്തന്തിനോസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റൈൻ എംപറർ ആ നറികെട്ടവൻ അല്ലെങ്കിൽ ആ പൈശാചികൻ ബാധിച്ച അവന്റെ പണവും അവന്റെ പ്രശസ്തിയും അവന്റെ മസിൽ പവർ ഉപയോഗിച്ച് അവൻ അവസാനം സ്നാനപ്പെടാത്ത ഒരു വ്യക്തിയായിരുന്നു. നിങ്ങൾ മരിക്കുന്ന 2-3 മിനിറ്റുകൾക്ക് മുമ്പാണ് സ്നാനപ്പെട്ടതാണ് കാനമച്ചൻ പറയുന്നത്. അപ്പോൾ ആ എംപറർ കോൺസ്റ്റന്റൈനാൽ കൊലപാതകനാൽ അവന്റെ ഭാര്യയെയും മകനെയും കൊന്ന ഒരു കൊലപാതകന്റെ ഉപദേശമാണ് നിങ്ങൾ ഈ പൊക്കിപ്പിടിക്കുന്ന തൃത്വ ഉപദേശം. കേട്ടോ ചെയ്സ് മോനെ, കേട്ടോ? അതുകൊണ്ടുണ്ടല്ലോ ബൈബിള് വായിക്കുക, ബൈബിള് പഠിക്കുക. 66 പുസ്തകങ്ങളിൽ ഏകസത്യ ദൈവമല്ലാതെ ഒരു കൂട്ടുകൃഷി നടത്തുന്ന ദൈവമല്ല അവിടെ ഉള്ളത്. കേട്ടോ? പിതാവും പുത്രനും 3 ദൈവം കൂടെ കൂടി കൂട്ടുകൃഷിയല്ല, കോഓപ്പറേറ്റീവ് അല്ല. അത് ഒന്ന് മനസ്സിലാക്കുക. ലജ്ജയോടുകൂടി നിങ്ങൾ പറയുന്നു ഏകസത്യത്തെ അറിയുക, ഏകസത്യത്തെ കുറിച്ച് സംസാരിക്കുക. അല്ലാതെ യേശുനാമക്കാരെ ചൊറിയാൻ വരാതെ നീ മേലിൽ യേശുനാമത്തെ ചൊറിയോ യേശുനാമത്തിലുള്ളവരെ കുറ്റം പറയുകയോ ചെയ്താൽ തിരിച്ച് ഇതുപോലെ തന്നെയുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇത് മനസ്സിലാക്കുക. ഓക്കെ, തൽക്കാലം ഇവിടെ ഞാൻ നിർത്തുകയാണ്. ഓക്കെ, അതുകൊണ്ട് മാനസാന്തരപ്പെടുക. എല്ലാവരും പറഞ്ഞു മാനസാന്തരപ്പെടാനാ പറഞ്ഞത്. പ്രവാചകന്മാർ വന്ന് മാനസാന്തരപ്പെടാൻ പറഞ്ഞു, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു മാനസാന്തരപ്പെടാൻ, യേശുക്രിസ്തു പറഞ്ഞു മാനസാന്തരപ്പെടാൻ. ഇപ്പോൾ കൃപായുഗത്തിലായിരിക്കുന്ന നമ്മളോട് അപ്പോസ്തലനായ അല്ലെങ്കിൽ ശിഷ്യന്മാര് പ്രചരിപ്പിച്ച സുവിശേഷത്തിലാണ് നിങ്ങൾ മാനസാന്തരപ്പെട്ട്. അപ്പോൾ മാനസാന്തരം ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങൾ അത് വലിയ ഇതായിട്ട് എടുക്കണ്ട. നിങ്ങൾ മോശമായിട്ട് സംസാരിച്ചോണ്ടാണ് ഇത്തരം പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈ തൃത്വോപദേശത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്ന വിശ്വാസികൾ കേൾക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഞാനിപ്പോ ഫോക്കസ് ചെയ്യുന്നത് വിശ്വാസികളെയാണ്. അവരാണിപ്പോൾ ഈ തൃത്വം എന്ന വലയിലും ഈ തൃത്വം എന്ന ഇഞ്ചക്ഷനിലും മയങ്ങിക്കിടക്കുന്നത്. അവർക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ലാതെ കിടക്കുക. അപ്പൊ അങ്ങനെ അവർക്ക് രക്ഷപ്പെടട്ടെ. എനിക്ക് അവരെ രക്ഷിക്കാനാണ് എന്റെ ഉള്ളിൽ താല്പര്യം കൂടുതൽ. കള്ളയിടമാർക്കുള്ളത് പിന്നീട് നല്ല ചാട്ടുമാർ കൊണ്ടുള്ള അടി കിട്ടാൻ വേണ്ടി ബൈബിളിൽ വാക്യങ്ങളുണ്ട്. അങ്ങനെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. ഇപ്പോൾ ഇത്രയുമേ ഉള്ളൂ. മാനസാന്തരപ്പെടുക, യേശുവിൽ വിശ്വസിക്കുക, യേശുക്രിസ്തുവിന്റെ നാമത്തെ സ്ഥാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളഞ്ഞ് ദൈവസഭയോട് അംഗമായി തീരുവാൻ നിങ്ങളോട് ഞാൻ ആജ്ഞാപിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തേക്കാം. എന്നാലും രക്ഷപ്പെടുന്നപ്പെടട്ടെ, അതിനുവേണ്ടി പറഞ്ഞത്. ഓക്കെ, ഒരു വ്യക്തിയാണ് മനോജ് ദാനിയേൽ. ഇദ്ദേഹം ഏതാണ്ട് അസംബ്ലി സ്കൂളിലെ ഡയറക്ടറോ മറ്റാണെന്നാ ഞാൻ കേട്ടത്. ഇദ്ദേഹം എന്ത് പറയുന്നു? എനിക്ക് 3 ദൈവങ്ങളുണ്ട്. അത് ബൈബിളിൽ വ്യക്തമാക്കുന്നു. പിതാവ് ദൈവമാണോ? അല്ല എന്ന് പറയാൻ ആർക്ക് കഴിയും? പുത്രൻ ദൈവമാണോ? അല്ല എന്ന് പറയാൻ ആർക്ക് കഴിയും? പരിശുദ്ധാത്മാവ് ദൈവമാണോ? അല്ല എന്ന് പറയാൻ ആർക്ക് കഴിയും? അപ്പോൾ 3 ദൈവങ്ങളില്ലേ? എനിക്ക് 3 ദൈവങ്ങളുണ്ട്. എനിക്ക് 3 ദൈവങ്ങളുണ്ട്. 3 ദൈവങ്ങളുണ്ട് എന്ന് തന്നെ പറയത്തക്കവണ്ണം ബൈബിളിൽ നമുക്ക് വ്യക്തമായി കാര്യങ്ങൾ കിട്ടുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനോജ് പാസ്റ്റർ എന്ന ഞാൻ ഒരു ദുരുപദേശം പറയുന്നുവെന്ന് പലർക്കും തോന്നും. എടുത്തു ചാടാൻ വരട്ടെ, വളരെ വ്യക്തമായി കാര്യങ്ങൾ കേൾക്കുക. പിതാവ് ദൈവമാണോ? അല്ല എന്ന് പറയുവാൻ ആർക്ക് ധൈര്യമുണ്ട്? യേശു ദൈവമാണോ? അല്ല എന്ന് പറയുവാൻ ആർക്ക് ധൈര്യമുണ്ട്? പരിശുദ്ധാത്മാവ് ദൈവമാണോ? അല്ല എന്ന് പറയുവാൻ ആർക്ക് ധൈര്യമുണ്ട്? ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുന്നു. പിതാവ് ദൈവമാണെങ്കിൽ, യേശു ദൈവമാണെങ്കിൽ, പരിശുദ്ധാത്മാവ് ദൈവമാണെങ്കിൽ നമുക്ക് 3 ദൈവങ്ങൾ ഇല്ലേ? അതാണ് ചോദ്യം. എനിക്ക് 3 ദൈവങ്ങളുണ്ട്. ബൈബിൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. മണ്ട ശിരോമണിയായ മനോജ് ദാനിയേലെ, നിനക്ക് 3 ദൈവം വേണമെങ്കിൽ നീ തോളെ വെച്ചോട്ട് നടന്നോ.
അതിനിവിടെ യാതൊരു കുഴപ്പമില്ല. എന്നാൽ പാവപ്പെട്ട വിശ്വാസികളെ ഞെക്കിപ്പിടിഞ്ഞ് അവിടെ വരുമാനത്തിൽ കഴിയുന്ന നീയൊക്കെ വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ട് ദൈവത്തിനുള്ള സത്യം പഠിപ്പിക്കാതെ വചനത്തിന് വിപരീതമായി പഠിപ്പിക്കുന്ന കള്ള പാഷമാരായ നിങ്ങളെപ്പോലുള്ളവരോട് പറയണം, ബൈബിളിൽ 3 ദൈവങ്ങളില്ല. ആരാ പറഞ്ഞത് 3 ദൈവങ്ങളുണ്ടെന്ന്? 3 ദൈവങ്ങളുണ്ടെന്ന് എവിടെ ആര് പറഞ്ഞു? യേശുക്രിസ്തു പറഞ്ഞു, മോശ തുടങ്ങി സകല പ്രവാചകന്മാരും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മോശ എഴുത്തു തുടങ്ങിയത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ ദൈവം എന്ന് പറയുന്നത് 3 ആണോ? ഈ ദൈവത്തെ കുറിച്ച് യെശയ്യാപ്രവചനത്തിൽ പറയുന്നു, എനിക്ക് മുമ്പൊരു ദൈവമില്ല, എനിക്ക് പിറകിൽ ഒരു ദൈവമില്ല, എന്റെ സൈഡിൽ ഒരു ദൈവമില്ല, എന്റെ സൈഡിൽ ഒരു രക്ഷകനില്ല, ഞാൻ ഒരുത്തനെയും അറിയുന്നില്ല, ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തു, ആർ എന്നോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് വെല്ലുവിളിച്ച് ചോദിക്കുമ്പോൾ മരമണ്ടനായ മനോജ് ദാനിയിലെ എവിടെ നിന്നാണ് ഈ 3 ദൈവങ്ങളെ നിങ്ങൾക്ക് കിട്ടിയത്? ഈ 3 ദൈവങ്ങളുടെ ഒരു ഹിസ്റ്ററി നമുക്ക് നോക്കാം. ഈ 3 ദൈവ വിശ്വാസം എവിടെ നിന്ന്, റൂട്ട് എവിടെയാണെന്ന് അറിയാമോ? ബൈബിളിന്റെ എബിസിഡി അറിയാമോ മനോജ് ദാനിയിലെ? ബൈബിളിന്റെ എബിസിഡി ഞങ്ങൾക്ക് അറിയാമോ? ഇത് ബൈബിളിന് വെളിയിലുള്ള ഒരു സിദ്ധാന്തമാണ് ഈ ത്രിയേകതകം, അല്ലെങ്കിൽ 3 ദൈവം, അല്ലെ തൃത്വം, അല്ലെ തൃത്വത്തിൽ 1-മൻ 2-മൻ 3-മൻ. ഇത് ബൈബിളിലുള്ളതല്ല. പിന്നെയോ ഇത് ബൈബിളിന് വെളിയിലുള്ള സിദ്ധാന്തം. ഇത് ഇസ്രായേൽ ജനത്തിലുള്ളതല്ല, ഇസ്രായേലിന് വെളിയിലുള്ള ജാതീയരായിട്ടുള്ളവർക്കുള്ള ഒരു വിശ്വാസമാണ് 3 എന്നുള്ളത്. അതുകൊണ്ട് വെറുതെ മത്താടി 28 തൂങ്ങിക്കിടക്കാതെ ഉണ്ടല്ലോ, മർക്കോസിലേക്കും ലൂക്കോസിലേക്കും യോഹന്നാനിലേക്കും ലേഖനങ്ങളിലേക്കും ഒക്കെ വാ കേട്ടോ. അപ്പോൾ മനസ്സിലാകും 3 ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന്. നിങ്ങൾ പുറപ്പെട്ടു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ അവിടെ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചത് അത് 3 ദൈവമാണെന്ന്. അവിടെ ഒരു നാമമാണ് പറയുന്നത്, നാമം. ബി ബാപ്റ്റൈസ്ഡ് ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി ഗോസ്റ്റ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ പറഞ്ഞ എനിക്ക് 3 ദൈവമാണ്, ആ 3 ദൈവത്തോടെ വെച്ചോട് നടക്ക്. പക്ഷേ ബൈബിളിൽ വിശ്വസിക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് മനസ്സിലാകും, അവന്റെ ദൈവം ഈ കൃപായുഗത്തില് അത് കർത്താവായ യേശുക്രിസ്തു എന്ന ഏക ദൈവം, അവൻ തന്നെയാണ് പിതാവ്, അവൻ തന്നെയാണ് പരിശുദ്ധാത്മാവ്, അവൻ തന്നെയാണ് പുത്രൻ. അല്ലാതെ 3 ദൈവങ്ങൾ കൂട്ടുകൃഷി അവിടെ സ്വർഗത്തിൽ നടന്നില്ല. ഇത്ര വ്യാജവും മണ്ടത്തരവും ലോകത്തെ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്ന നാണമില്ലാത്ത നിങ്ങൾക്ക് ക്രിസ്ത്യാനി എന്ന് പറയുന്നത് നടക്കുന്ന എന്തിനാ? 3 ദൈവം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ആ മിത്തോളജിയിലേക്ക് പോകും, അവിടെ 3 ദൈവമുണ്ട്. ഇപ്പൊ ഞാൻ ഹിസ്റ്ററിയിൽ പറയാം ഇപ്പൊ തുടങ്ങിയ എവിടെയാണ് 3 ദൈവത്തിന്റെ. ഈ 3 ദൈവം തുടങ്ങിയ എവിടെയാണെന്ന് അറിയാമോ? നിമ്രോദ്, സെമിറാമിസ്, തമ്മൂസ്. ഇത് ബാബേലിൽ തുടങ്ങിയതാണ്. ഈ ബാബേലിൽ തുടങ്ങിയ ഈ തൃത്വം പിന്നീട് മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലും ഇതുണ്ടായിരുന്നു 3 എന്നുള്ളത്. അറിയാമോ? അതാണ് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് പേഴ്സൺ അവർ പറയുന്നത്, തൃത്വത്തിൽ പറയുന്നത് ഒന്നുകിൽ ഫാദർ അല്ലെങ്കിൽ കിങ്, സെക്കൻഡ് പേഴ്സൺ സൺ അല്ലെങ്കിൽ പ്രിൻസ്, തേർഡ് പേഴ്സൺ ക്യൂൻ അല്ലെങ്കിൽ മദർ. ഇതൊരു ഒരു പുരാതന ബൈബിളിന് വെളിയിലുള്ള ഒരു സംസ്കാരത്തിൽ നിന്ന് വന്ന ഒരു വിശ്വാസം അന്നേ ഉണ്ടായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പേ. ക്രിസ്ത്യാനിക്കുന്നതിന് മുമ്പേ അവിടെ ബാബേൽ സംസ്ഥാനം ഉണ്ടാക്കിയില്ലേ ദൈവത്തിന് പറഞ്ഞതിനെതിരായിട്ട്. ഏതാ ദൈവം പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിൽ എങ്ങും പോയി ചിതറി പാർത്ത് സന്താനപുഷ്ടമുള്ളവരായി വസിക്കാൻ പറഞ്ഞപ്പോൾ അവർക്കെതിരായിട്ട് ഞങ്ങൾ ബാബേൽ സ്വർഗത്തോളം എത്തുന്നവരും ബാബേൽ ഗോപുരം ഉണ്ടാക്കി അവിടെ തുടങ്ങിയതാണ് ഈ കൺഫ്യൂഷൻ. ദൈവം ഇറങ്ങി വന്ന് ഭാഷ കലക്കി കളഞ്ഞു. എന്താ ഭാഷ കലക്കി കളഞ്ഞത്? ഒരുത്തൻ അവിടെ പണി തുടങ്ങി, നല്ല ഉത്സാഹത്തോടെ പണി തുടങ്ങുക. അപ്പം അങ്ങനെ പണി തുടങ്ങിയപ്പോൾ ഭാഷ ദൈവം കലക്കി കളഞ്ഞു. അപ്പോൾ കല്ലുകൊണ്ട് വരാൻ പറയുമ്പം മറ്റുള്ള ഒരു കൂട്ടർക്ക് തോന്നുന്നത് എന്തുകൊണ്ട് വരാനാ? മൺവെട്ടി കൊണ്ടുവരാൻ തോന്നും. മൺവെട്ടി കൊണ്ടുവരാൻ പറയുമ്പോൾ മറ്റവർക്ക് തോന്നുന്നത് ഇത് ഇടിച്ചു കളയാൻ തോന്നും. വെള്ളം കൊണ്ടുവരാൻ പോകുമ്പോൾ അവർ എന്ത് കൊണ്ടുവരും? കുറച്ച് കല്ല് കൊണ്ടുവരും. അവിടെ ഭാഷ കലക്കി
ആ ബാബേൽ ഗോപുരം തകർത്ത് കളഞ്ഞ ദൈവം അന്ന് തുടങ്ങിയ കൺഫ്യൂഷനാണ് ഈ തൃത്വം. ഇത് ബാബേലിൽ തുടങ്ങിയതാണ്. ഇത് ബാബിലോണിന്റെ തൃത്വം എന്താണെന്ന് ചോദിച്ചാൽ നിമ്രോദ്, തമ്മൂസ്, സെമ്രാമിസ് അല്ലെങ്കിൽ ഷമാഷ്, സിൻ, ഇഷ്ടാർ, ഇതാണ് ബാബിലോണിലെ തൃത്വം. ഇനി ഈജിപ്തിലെ തൃത്വം കേട്ടോണം എന്താണെന്ന്. ഒസിരീസ്, ഹോറസ്, ഐസിസ്. ഗ്രീസിലെ തൃത്വം കേട്ടോ, സിയോസ്, അപ്പോളോ, അഥേന. ഇന്ത്യയിലെ തൃത്വമാണ് ബ്രഹ്മ, വിഷ്ണു, ശിവ. റോമിലെ തൃത്വം എന്താണെന്ന് അറിയാമോ? ജൂപ്പിറ്റർ, മാർസ്, വീനസ്. കത്തോലിക്കിലെ തൃത്വമാണ് ഫാദർ, സൺ, ഹോളി ഗോസ്റ്റ് അല്ലെങ്കിൽ യഹോവ, ജീസസ്, ഡൗ. അതുകൊണ്ട് മനോജ് ദാനിയിലെ 3 ദൈവം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ തോള ഇട്ടുകൊണ്ട് നടന്നോളൂ അവിടെ കേട്ടോ. അത് വിശ്വാസികളെ പഠിപ്പിച്ച് അവരെ നരകത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കരുതേ. 3 ദൈവങ്ങളുണ്ടെന്ന് ബൈബിൾ എവിടെയും പറയുന്നില്ല. ബൈബിളിൽ 66 പുസ്തകങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരൊറ്റ ദൈവമുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അത് പഴയ നിയമത്തിൽ ഉൽപ്പത്തി മുതൽ മലാക്കി വരെ യഹോവയായ ദൈവമെന്ന് ഇസ്രായേൽ അറിഞ്ഞു. അത് ദൈവത്തിന്റെ ജനമായിരുന്നു. അതേ ഇസ്രായേൽ പുതിയ നിയമ ഇസ്രായേൽ വരുമ്പോൾ അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അല്ലാതെ തൃത്വം, ത്രിയേകൻ നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും ക്രിസ്ത്യാനിറ്റിയിലില്ല. ക്രിസ്ത്യാനികൾ ആദ്യമായത് നമ്മുടെ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ്. അന്ത്യോക്യയിൽ വെച്ചാണ് ആദ്യമായിട്ട് അവരെ ക്രിസ്ത്യാനികൾ എന്ന് കളിയാക്കി വിളിച്ചത്. അവരോട് ആ കാലത്ത് പറയുണ്ടായി, യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതേ. അതുപോലെയല്ലേ ഇപ്പോൾ നിങ്ങൾ പറയുന്നത്, യേശു നാമക്കാരെ നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് പറയുന്ന സദൂക്യരും പരീശന്മാരും ശാസ്ത്രിമാരുടെ ഗണത്തിൽപ്പെട്ടവരല്ലേ തൃത്വക്കാരെ നിങ്ങൾ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ വഞ്ചിക്കപ്പെട്ട് ഈ കുലപാതകന്റെ ഈ തെർത്തുല്യന്റെയും അല്ലെങ്കിൽ ഈ കോൺസ്റ്റന്റൈൻ എംബറുടെയും മാൻമേഡ് ഡോക്ടറിനായ ട്രിനിറ്റി എന്റെ കാലിന്റെ അടിയിൽ ചവിട്ടി അരയ്ക്കുന്ന ഞാൻ. ഐ ട്രാമ്പിൾ ആൻഡ് ക്രഷ് ദ മാൻമേഡ് ട്രിനിറ്റി അണ്ടർ മൈ ഫുട്ട്. നിങ്ങൾക്ക് യേശുവിന്റെ നാമം ഒന്ന് ചവിട്ടി അരയ്ക്കാമോ? ധൈര്യമുണ്ടോ? നട്ടലുണ്ടോ? സൂക്ഷിക്കണം സംസാരിക്കുമ്പോൾ. ഇത്ര ലോകത്തിലെ ഒരു മണ്ടത്തരം പറഞ്ഞ ഒരു വ്യക്തി, നിങ്ങളുടെ AG സഭ ഈ ഇങ്ങനെ ഒരു 3 ദൈവത്തെ ഉണ്ടെന്നാണ് പഠിപ്പിക്കുന്നത് അവര്. അങ്ങനെയെങ്കിൽ AGയിലുള്ള പാർഷന്മാരെ അല്ലെങ്കിൽ അവിടെ നേതാക്കന്മാരോട് ഞാൻ ചോദിക്കുകയാണ്, എവിടെയാണ് 3 ദൈവം ഉള്ളത് പഠിപ്പിച്ചത്? ഏത് ബൈബിൾ കോളേജിൽ ആരെ പഠിപ്പിച്ചു? എവിടുന്ന് പഠിച്ചതാണ്? അതിന് ബൈബിളിൽ അതില്ല. ഞങ്ങൾക്ക് 3 ദൈവങ്ങൾ ഉണ്ടെന്ന് മോശയുടെ പുസ്തകത്തിലോ, മോശയുടെ 5 പുസ്തകങ്ങളാണ് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഇവിടെ 3 ദൈവത്തെ കുറിച്ച് മോശ എഴുതിയിട്ടില്ല. പിന്നീടുള്ള പ്രവാചകന്മാരുണ്ട്, പിന്നെ സങ്കീർത്തനങ്ങളുണ്ട്, പിന്നെ സുവിശേഷമുണ്ട്, പിന്നെ ലേഖനങ്ങളുണ്ട്, പിന്നെ വെളിപ്പാടുണ്ട്. ഇവിടെ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് 3 ദൈവമുണ്ട്, 3 ദൈവത്തെ നിങ്ങൾ ആരാധിക്കണം, 3 ദൈവത്തെ അറിയണമെന്ന് ആര് പഠിപ്പിച്ചു? ഈ പഠിപ്പില് ലൂസിഫറിന്റെ ആത്മാവ് കയറിയ കള്ള പാഷന്മാരുടെയും കള്ള ഉപദേശകന്മാരുടെയും പഠിപ്പീരാണ്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഈ തൃത്വ ഉപദേശത്തിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടുക. ഇത് നിങ്ങളെ നരകത്തിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്ന ഒരു വലിയ വലയാണെന്ന് ഓർത്തുകൊള്ളണം. ഈ വലയെ പൊട്ടിച്ച് അല്ല ഈ ചങ്ങലയെ പൊട്ടിച്ച് നിങ്ങൾ യഥാർത്ഥ ഉപദേശമാകുന്ന അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും പ്രമാണിച്ചതും ഉദാഹരണമായി നമുക്ക് തന്നതും കാണിച്ചതും ആയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുവാൻ തക്കവണ്ണം ഈ സന്ധ്യാസമയത്ത് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ നശിച്ചു പോകുന്നതിൽ ഞങ്ങൾക്ക് വ്യാകുലമുണ്ട്, ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ ജീവിതം നരകത്തിൽ കൊണ്ടുപോകുന്നത്? എന്തിനാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഹോമം കഴിപ്പിച്ച്? ഒരു ജീവിതമല്ലേ നമുക്ക് യേശുക്രിസ്തു തന്നിട്ടുള്ള ഈ ലോകത്തില്? ആ സമയത്ത് ഈ കള്ളപ്പാഷന്മാരുടെ ഈ ദുരുപദേശം കേട്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്ഥാനപ്പെട്ടില്ല എങ്കിൽ
നിങ്ങളുടെ പാപം ക്ഷമിക്കില്ല. എന്റെ പൊന്നു സഹോദരന്മാരെ, നിങ്ങളുടെ പാപം ക്ഷമിച്ചില്ല, നിങ്ങളുടെ പാപം കഴുകിക്കളഞ്ഞില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിശ്വാസികളെ, എന്റെ പൊന്നു വിശ്വാസികളെ, നിങ്ങളോട് കൈകൂപ്പി പറയാണ്, ഈ കള്ളപ്പാഷന്മാരെയും ഈ കള്ള ഉപദേശകരെയും വിട്ട് യഥാർത്ഥ സത്യമായ അപ്പോസ്തലന്മാർ പറഞ്ഞതും പഠിപ്പിച്ചതും അവർ പ്രവർത്തിച്ചു കാണിച്ചതുമായ സത്യ അപ്പോസ്തല ഉപദേശത്തിലേക്ക് കടന്നു വരിക, രക്ഷ പ്രാപിക്കുക. 1-ാം നൂറ്റാണ്ടിൽ പത്രോസിന്റെ പ്രസംഗം കേട്ട് 3000 പേര് രക്ഷിക്കപ്പെട്ടു. എന്താണ് പത്രോസ് പ്രസംഗിച്ചത്? അവിടെ വന്ന ജനത്തോട് പത്രോസ് പ്രസംഗിച്ചു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അവന്റെ വാക്ക് കേട്ടവർ സ്നാനമേറ്റു. 3000 പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇങ്ങനെ രക്ഷിക്കപ്പെടുന്നു വന്നവരെ ദൈവം സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. എന്റെ പ്രിയ ജനമേ, എന്റെ പ്രിയ സഹോദരന്മാരെ, സഭയോട് ചേർക്കേണ്ടത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാണ് സഭയോട് ചേർക്കേണ്ടത്. യേശുക്രിസ്തു 3000 പേരെ 1-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് ദിവസത്തിൽ പത്രോസിന്റെ കയ്യിലിരിക്കുന്ന ചാവി, സ്വർഗത്ത് തുറക്കാനുള്ള ചാവിയും സ്വർഗം പൂട്ടാനുള്ള ചാവിയും യേശുവിന്റെ കയ്യിൽ പോലും അല്ല, പത്രോസിന്റെ കയ്യിലാണ് കൊടുത്തത്. പത്രോസിനോട് പറഞ്ഞു, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞ, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, യേശു ക്രിസ്തു ആണെന്നുള്ള, യേശു യഹോവയാണെന്നുള്ള ആ വെളിപ്പാട് പത്രോസിന് കിട്ടിയപ്പോൾ പത്രോസ് പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങൾ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നാളം ലഭിക്കുന്നു പറഞ്ഞപ്പോൾ അവന്റെ വാക്ക് കേട്ട 3000 പേര് സ്നാനമേറ്റു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു വന്നു. ഇങ്ങനെ രക്ഷിക്കപ്പെട്ടവരെ ദൈവം സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. 1-ാം നൂറ്റാണ്ട് മുതൽ ഈ സമയം വരെയും അങ്ങനെയുള്ളവരെ ദൈവം സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. ഇനിയും അവന്റെ മധ്യാകാശം വരെയും ഇങ്ങനെയുള്ളവരെ ദൈവം സഭയോട് ചേർത്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ IPC ആണോ, ഷാരോൺ ആണോ, TPM ആണോ, ചർച്ച് ഓഫ് ഗോഡ് ആണോ, AG ആണോ, WMA ആണോ, ഏത് തൃത്വ ഉപദേശം പ്രസംഗിക്കുന്ന ചർച്ചിൽ നിങ്ങൾ ഇരുന്നാലും നിങ്ങളുടെ പാപം മോചിക്കില്ല, നിങ്ങളുടെ പാപങ്ങളെ കളയാൻ പറ്റുകയില്ല. നിങ്ങളൊരു പാപിയായിട്ട് മരിക്കും. പാപിയായിട്ട് മരിച്ചാൽ നിങ്ങളും ഈ കള്ളപ്പാഷന്മാരും ഒരുപോലെ നരകത്തിൽ പോയി നരകയാതന അനുഭവിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇപ്പോൾ ഈ കേൾക്കുന്ന സുവിശേഷം കേട്ടതിന് ശേഷം നിങ്ങളൊരു പാഷയോട് പറയാം, ഇങ്ങനെ ഒരു മെസ്സേജ് കേട്ടു, ഉടനെ അവർ പറയും ഇത് ദുരുപദേശമാണെന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല. അപ്പോൾ അവരും പോവും നരകത്തിലും നിങ്ങളും പോവും നരകത്തിൽ. അപ്പൊ അവിടെ കിടന്നിട്ട് നിങ്ങൾ പറയും, അയ്യോ ഞങ്ങൾ ആ സുവിശേഷം കേട്ടു, അത് ശരിയായിരുന്നല്ലോ. അപ്പോൾ ഇതിനെതിരായി പറഞ്ഞ ഈ ദുരുപദേശന്മാരെ നരകത്തിലിട്ട് നിങ്ങൾ പൊതിരെ തല്ലും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. റാപ്ചറിന് ശേഷം നിങ്ങൾ റാപ്ചറിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ ഈ കള്ളപ്പാഷന്മാരെ നിങ്ങൾ ഈ ലോകത്തിലും കാണും, ഇവിടെയും നിങ്ങൾ അവർക്കിട്ട് നല്ല പൊതിരെ തല്ല് കൊടുക്കും. അപ്പൊ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ രക്ഷ എന്തിനാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് സൗരസന്മാരെ? അതുകൊണ്ട് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാണ്, ഞാൻ ഉപയോഗിച്ച മലയാളം ലാംഗ്വേജ് ഒരു 40 വർഷം മുമ്പ് അറിയാവുന്ന ലാംഗ്വേജ് ആകട്ടോ. ഞാനൊരു 40 വർഷമായിട്ട് ബോംബെ സെറ്റിലായ ഒരു വ്യക്തിയാണ്. ഞാനൊരു ബന്ധുക്കോസാരനല്ല കേട്ടോ, ആദ്യം മനസ്സിലാക്കുക. ഞാനൊരു ബന്ധുക്കോസാരനല്ല, ഞാൻ ഒരു കോഴ്സും അല്ല. നമ്മുടെ ആര് പറയുന്ന പോലെ, ഈ കാവാലം പറയുന്ന പോലെ ഞാൻ ഒരു കോഴ്സും അല്ല. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടത് കൊണ്ടും ഏകദൈവത്തെ വിശ്വസിക്കുന്നതുകൊണ്ടും നിങ്ങളൊരു യേശുനാമക്കാരനാണെന്ന് ആരെങ്കിലും സ്റ്റാമ്പ് ചെയ്താൽ ഞാൻ സമ്മതിക്കും, ഞാൻ യേശുനാമക്കാരനാണ്. എന്നുള്ളതാൽ 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരെ സ്റ്റാമ്പ് ചെയ്തത് യേശുനാമക്കാരെന്ന് പറഞ്ഞിട്ടാണ്, ഈ നാമത്തിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് 21-ാം നൂറ്റാണ്ടിൽ അവർ പറഞ്ഞ അതേ യേശുക്രിസ്തു നാമത്തിൽ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇത് രക്ഷാകാലം, ഇത് രക്ഷാ ദിവസമാണ്. എത്രയും വേഗം യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റ് അപ്പോസ്തല ഉപദേശത്തിൽ നിങ്ങൾ വരുമ്പോൾ തീർച്ചയായും ദൈവം നിങ്ങളെ ദൈവത്തിന്റെ സഭയോട് ചേർക്കും. അല്ലാതെ ഈ നാമധേയ സഭകൾ ഇവിടെ കാണുന്ന IPC, ഷാരോൺ, TPM, WMA, ചർച്ച് ഓഫ് ഗോഡ്, AG എന്ന് പറയുന്ന ഈ സഭകൾ നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ ദൈവസഭയിലെ അംഗമാണോ നോക്കുക. അത് ഈ കള്ളപ്പാഷന്മാർ നിങ്ങളെ പഠിപ്പിക്കില്ല കേട്ടോ. ഈ ദുരുപദേശം പ്രചരിക്കുന്നത് നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. അവർക്ക് വരുമാനം, അവരുടെ കീശ അവർക്ക് വീർപ്പിക്കണം. എന്നിട്ട് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം, യേശുവിന്റെ നാമത്തിൽ ഭൂതശാന്തി, യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം എന്ന് പറഞ്ഞിട്ട് സ്നാനം വരുമ്പോൾ യേശുനാമം വേണ്ട. കൊലോസ്യർ 3:17 എന്ത് പറയുന്നു? വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും
സകലവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്നാനത്തിൽ വാക്കുണ്ട്, ക്രിയയുണ്ട്, അതും യേശുവിന്റെ നാമത്തിൽ ചെയ്യണം. മാത്രമല്ല, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അല്ലാതെ ഒരൊറ്റ സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് തത്ത പറയുന്ന പോലെ ആരെങ്കിലും ഏത് ശിഷ്യന്മാർ സ്ഥാനപ്പെടുത്തിയോ ഏതെങ്കിലും വിശ്വാസികൾ അത് അംഗീകരിച്ചോ എന്നുണ്ടെങ്കിൽ ഒരു വാക്യം എനിക്ക് അയച്ചു തരിക. എന്റെ നമ്പർ ഇവിടെ കാണുന്നുണ്ടല്ലോ, എന്റെ നമ്പർ കൊണ്ട് ഇവിടെ പേര് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് നിങ്ങൾ എന്നെ വിളിക്കുക. ഇത് എനിക്ക് തെറ്റ് പറ്റിയെങ്കിൽ എനിക്ക് തെറ്റ് വരുത്താൻ നിങ്ങൾ ഒരവസരം എനിക്ക് ഉണ്ടാക്കി തരണം. എനിക്ക് നാശത്തിൽ പോകണ്ട, എനിക്ക് രക്ഷയിലേക്ക് പോകണം. അതുകൊണ്ട് നിങ്ങൾ എന്നെ രക്ഷിക്കുക കേട്ടോ, ഞാനീ പറയാൻ തെറ്റാണെങ്കിൽ. അതുകൊണ്ട് ദാനിയേൽ മനോജ് ദാനിയേൽ, നിനക്ക് 3 ദൈവം ഉണ്ടെങ്കിൽ നീ 3 ദൈവത്തെ തോളെ വെച്ചുകൊണ്ട് നടന്ന് ഒരു അവകാശിതനായി ഈ ലോകത്തിലെ ജാതികളെ പോലെ നീ പോകേണ്ടത് എങ്ങോട്ടാ പോകേണ്ടത് അറിയാമോ? നീ പുരാണത്തിലേക്ക് ത്രിമൂർത്തികളെ സേവിക്കുന്ന അവരുടെ കൂട്ടത്തിൽ പോയിട്ട് യേശുവിനെ വിട്ടേരെ. ഞങ്ങളുടെ ഏകസത്യ ദൈവത്തെ 3 കഷണമാക്കി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നടത്തി ഒരു കൂട്ടുകൃഷി നടത്താൻ ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് മേലിൽ ഇങ്ങനെയുള്ള പോഷത്തരം പറയുകയും പഠിക്കുകയും ചെയ്യുന്നത് നിർത്തൽ ചെയ്യുക. ഈ ഏജിയിലായിരിക്കുന്ന ചെയർമാൻമാരെ, തലപ്പത്തിരിക്കുന്നവരെ ഇങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങളൊന്നും നിങ്ങളുടെ വിശ്വാസികളെ പഠിപ്പിക്കല്ലേ. ഇവിടെ ബോംബെയിൽ വാശിയിലുണ്ട് ഒരാള്, ബിജോയ് കെ തോമസ്, ഹാർവെസ്റ്റ് ഏജിയിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്ന് പറഞ്ഞ് മത്തായി 28:19 തെളിയിച്ചിട്ട് നീ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഞങ്ങൾ 48 മണിക്കൂർ കൊടുത്ത് അദ്ദേഹത്തിന് കൂട്ടിന് IPCയിലുള്ള ഒരു പാവം ബെന്നി ചെറുമുക്കൽ എന്ന് പറഞ്ഞൊരു പുള്ളി കൂട്ടിന് പിടിച്ചത് വന്നിട്ട് പുള്ളി തടി തപ്പി മനോജ് പോയി, ഹാർവെസ്റ്റ് സ്റ്റേജിലെ പുള്ളി പോയി. ഈ ബെന്നി വന്നിട്ട് IPCയിലെ ബെന്നി ചെറുവക്കൽ 48 മണിക്കൂർ കൊടുത്തതിന് ശേഷം ഒന്നും മിണ്ടാതെ ഒളിച്ചോടിപ്പോയി. ഒരു കാര്യം ഞാൻ പറയാം, കെ എബ്രഹാം മുതൽ 550 പാസ്റ്റർമാര് അമേരിക്കയിൽ പോയി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്ഥാനപ്പെട്ടെന്നുള്ള ആ സത്യം IPCയിലെ ഒരു പ്രസ്ബിറ്ററും ഒരു പാസ്റ്ററും ആയിരുന്ന MC ചാക്കോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രസ്താവനയുടെ ഡോക്യുമെന്ററി എവിഡൻസ് എന്റെ പക്കലുണ്ട്. മാത്രവുമല്ല, ബോംബെയിൽ നിന്ന് IPC മഹാരാഷ്ട്രയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഒരു മാഗസിനാണ് സുവാർത്ത. ഞാനിവിടെ കല്യാണിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഖാർഗർ എന്ന സ്ഥലത്ത് വന്നപ്പോൾ അവിടെ ഒരു ആരാധനയ്ക്ക് സ്ഥലം കിട്ടാഞ്ഞതിനാൽ റയാൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സ്കൂളിൽ എല്ലാ പെന്തിക്കോസ്തുകാരും അവിടെ ഈ വവ്വാലരയ്ക്കുന്ന പോലെ ഓരോരോ മുറികളിൽ ആരാധിക്കുക. അല്ലാതെ ചർച്ചക്കോടുണ്ട്, IPC ഉണ്ട്, അതുണ്ട്, ഷാരോനുണ്ട്, എല്ലാം ഉണ്ട്. അവിടെ ഓരോരോ മുറികളിലാണ്. എന്നാ ഈ തൃത്വക്കാർക്കെല്ലാം ഒരുമിച്ച് ഒരു റൂമിൽ ആരാധിക്കാൻ പറ്റില്ല, അതും പറ്റുകയില്ല. ഇതെല്ലാം തൃത്വക്കാരാ, അതെല്ലാം 3-4 മുറികളിൽ ഇരുന്ന് ആരാധിക്കുക. അപ്പൊ ഞാനും പെട്ടുപോയി IPCയില്. ഞാൻ എന്റെ വീടിനടുത്താ. അപ്പൊ അവിടെ യേശുനാമത്തിലുള്ള ഒരു കൂട്ടായ്മ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് തൽക്കാലമായിട്ട് പോയതാ. പക്ഷെ അവിടെ പോയപ്പോഴും ഞാൻ യേശുക്രിസ്തു നാമത്തിലുള്ള സ്ഥാനത്തെക്കുറിച്ചും ദൈവം ഏകൻ എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. മാത്രമല്ല, വാട്ട് ഈസ് ചർച്ച്, ചർച്ച് ആരുടെയാണ് എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതി ഇംഗ്ലീഷിൽ ഇവർക്ക് കൊടുത്തു, ഈ IPCയിലെ ഈ മാഗസിൻകാർക്ക്. അവരത് അമേരിക്കയിൽ അയച്ചു. ഇംഗ്ലീഷ് ആർട്ടിക്കിൾ എല്ലാം അമേരിക്കയിലെ ഓഡിറ്റോറിയത്തിൽ പാസ്സാക്കിയതിന് മാത്രമേ അവർ അത് പ്രസിദ്ധീകരിക്കുള്ളൂ. അങ്ങനെ യേശുക്രിസ്തു എന്നുള്ള നാമത്തിലുള്ള സ്ഥാനത്തെക്കുറിച്ചും അപ്പോസ്തലിക ഉപദേശത്തെക്കുറിച്ചും ഞാൻ എഴുതിയ ആർട്ടിക്കിൾ അവരുടെ മാഗസിനിൽ പ്രസ്താവിച്ചു. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് അവര് മനസ്സിലാക്കി ദൈവം ഏകനാണെന്നും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനമാണെന്ന് ശരിയെന്നും അവർക്ക് മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ അവിടെ മാഗസിനിൽ അവർ എന്റെ ലേഖനം അടിച്ചു വന്നത്. അതിനുശേഷം നോളജ് ഓഫ് ഗോഡ്, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം എന്നുള്ള ഒരു ആർട്ടിക്കിൾ അയച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ യേശുനാമക്കാരനാണെന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു അതൊക്കെ തിരുത്താൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു തിരുത്തൊന്നുമില്ല, ഞാൻ എന്താ എഴുതിയിരിക്കുന്നത് അത് മാത്രമേ എഴുതിയുള്ളൂ. പീലാത്തോസ് പറഞ്ഞ പോലെ ഞാൻ എഴുതി.
അതുകൊണ്ട് സൗകര്യം ഉണ്ട് പ്രതീക്ഷിക്കാൻ പറ്റില്ല, എല്ലാം വേണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്തെന്നറിയാമോ ഈ IPC-ക്കാര്? നാട്ടിലെ മലയാള ഭാഷ പറയും നാണം കെട്ട പരിപാടി ചെയ്തത്. നാണം കെട്ട പരിപാടിയാണ് ഈ IPC-ക്കാര് ചെയ്തത്. നാണം കെട്ട നറി കെട്ട കാര്യം അവർ ചെയ്തത്. എന്തത് ചെയ്തറിയാമോ? എന്റെ ആദ്യത്തെ സഭ അല്ലെങ്കിൽ വാട്ട് ഈസ് ചർച്ച് എന്നുള്ള ആർട്ടിക്കിൾ അവിടെ സൈറ്റിൽ നിന്ന് അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നോക്കണമേ, പേടിത്തൊണ്ടന്മാരായിട്ടുള്ള IPC-ക്കാര് യേശുനാമക്കാരനായ എന്നെ പേടിച്ചിട്ട് ആ ആർട്ടിക്കിൾ അവിടെ സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്തു. യേശുക്രിസ്തു നാമക്കാരെ പേടിക്കണം. യേശുവിന്റെ നാമക്കാരന് കേൾക്കുമ്പോൾ നിന്റെയൊക്കെ മുട്ട് വിറയ്ക്കണം. അതായത് ദൈവം ഏകമെന്ന് വിശ്വസിക്കുന്ന യേശു നാമക്കാരുടെ മുമ്പിൽ ഒരൊറ്റ തൃത്വക്കാരന് നേരെ നിൽക്കാൻ യേശുനാമക്കാരന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവാണ്. അവൻ ദൈവത്തെ വിശ്വസിക്കുന്നവനാണ്. അവന്റെ മുമ്പിൽ ഒരൊറ്റ തൃത്വക്കാരനും നേരെ നിൽക്കാൻ പറ്റിയല്ല. ധൈര്യമുണ്ടെങ്കിൽ വരിക. അപ്പോൾ ഏതായാലും ഒരു ഗുണമുണ്ടായി. ഏതായാലും ആ ആർട്ടിക്കിൾ പ്രസ്താവിച്ച് ആ എഴുതിയ ആർട്ടിക്കിളിന്റെ മാഗസിൻ അതിന്റെ അത്രയും കോപ്പികൾ ഹാർഡ് കോപ്പി ആയിട്ട് എല്ലാ IPC-ക്കാരന്റെയും വീട്ടിൽ ചെന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആ മാഗസിൻ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ വീട്ടിലും ഹാർഡ് കോപ്പി ചെന്നിട്ടുണ്ടെന്നുള്ളത് ഷൂറാ. അതുകൊണ്ട് അത് വായിക്കുമ്പോൾ ഏതൊരു IPC-ക്കാരന് മനസ്സിലാകും ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ എന്നും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനമെന്നും അവർക്ക് മനസ്സിലാകും. മാത്രവുമല്ല, ഞാൻ അവിടെ ഒരു ഹെഡിങ് കൊടുത്തത് വാട്ട് ഈസ് ചർച്ച് എന്നാണ്. എന്നാൽ IPC-ക്കാർ അതിലൂടെ ചേർത്ത് വേറൊരു ഹെഡിങ് കൊടുത്തു. PG Abraham Kutti Navi Mumbai explains that the church is built on the solid foundation of apostolic doctrines with Jesus Christ as the cornerstone. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഇതെനിക്ക് വളരെ സന്തോഷമായി. ഞാൻ കൊടുത്തതിനെക്കാട്ടും കൂടുതലായിട്ട് അവർ എഴുതിയിരിക്കുകയാണ് അപ്പോസ്തലന്മാര് വിശ്വസിക്കുകയും സ്ഥാപിക്കുകയും ചെയ്ത ആ സഭയുടെ കോർണർ സ്റ്റോൺ യേശുക്രിസ്തു ആയിരുന്നു. ആ ഉപദേശമാണ് പാറ പോലെ കുലുങ്ങാത്ത നിൽക്കുന്ന ഉപദേശമെന്ന് അവർ കൂട്ടിച്ചേർത്തു. എനിക്ക് വളരെ സന്തോഷം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന IPC-യിലുള്ളവരെ, വിശ്വാസികളെ മനസ്സിലാക്കുക, 550 പാസ്റ്റർമാര് K. എബ്രഹാം മുതലുള്ളവര് നമ്മുടെ അമേരിക്ക പോയി സ്ഥാനപ്പെട്ടതാണ് കേട്ടോ. ഇനിയും ഞാനൊരു കാര്യം പറയാം, എൻ്റെ ഒരു അനുഭവം. ഞാൻ റിലയൻസ് പെട്രോളിയം ജാംനഗർ ഗുജറാത്തിലായിരുന്നു. അവിടെയും ഞാനൊരു പെട്ടുപോയത് IPC-യിലാണ് പോകുന്നത്. പക്ഷെ അവിടെ എനിക്കൊരു ഗുണമുണ്ടായി. അവിടുത്തെ ഒരു പാസ്റ്റർ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു പാസ്റ്ററായിരുന്നു. പുള്ളിയുടെ പേര് ജിജി എന്നാണ്, മാവേലിക്കരക്കാരനാണ്. അദ്ദേഹം ഇവിടെ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഞാൻ ക്വാർട്ടേഴ്സ് വിളിച്ചതിന് ശേഷം ഈ സത്യം വെളിപ്പെടുത്തി. ആ സത്യം അദ്ദേഹം അംഗീകരിച്ചു. ഞാൻ പറഞ്ഞ് അടുത്ത ഞായറാഴ്ച തിരുവത്താഴം കൊടുക്കുന്നതിന് മുമ്പ് ഈ പത്രോസ് പറഞ്ഞ വാക്യം പറഞ്ഞു. അങ്ങനെ തിരുവത്താഴം കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം പ്രസ്താവിച്ചു, അപ്പോസ്തല പ്രവൃത്തി 2:38 പ്രകാരം സ്നാനപ്പെട്ടവർക്ക് തിരുവത്താഴത്തിൽ പങ്കെടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും അദ്ദേഹം വാക്യം കോട്ട് ചെയ്തല്ലോ. കാര്യം പറയാം, വാക്യം കോട്ട് ചെയ്തില്ലെങ്കിൽ പുള്ളി ശമ്പളം കിട്ടുകയില്ല, ദശാംശം കിട്ടുകയില്ല. യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കണമെന്ന് പുള്ളി പറയാമായിരുന്നെങ്കിൽ പുള്ളിക്ക് ശമ്പളവും കിട്ടുകയില്ല, ദശാംശം കിട്ടുകയില്ല, വഴിപാടും കിട്ടുകയില്ല. പുള്ളി അവിടെ പട്ടിണി കിടക്കുമായിരുന്നു ഗുജറാത്തില്. അതുകൊണ്ട് പിന്നെ എന്നോട് അദ്ദേഹം പറയുണ്ടായി, ഇനി എനിക്ക് ട്രാൻസ്ഫർ ആയിട്ട് ഞാൻ MP-യിലേക്കാണ് പോണത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്റെ സഭയിൽ വരുന്ന വിശ്വാസികളെ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തും എന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടാ പോയത്. പുള്ളി ചെയ്തോ ചെയ്തില്ലോ അതെനിക്ക് വിഷയമല്ല. എങ്കിലും അനേക തൃത്വ പാസ്റ്റർമാർക്ക് മനസ്സിലാകുന്നു, വിശ്വാസികളെ, എന്നെ കേൾക്കുന്ന തൃത്വവിശ്വാസികളെ, അനേക പാസ്റ്റർമാർക്ക് മനസ്സിലാകുന്നുണ്ട് ഈ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനമാണ് ശരി. എന്നിട്ടും അവരത് മറച്ചു വെച്ചിട്ട് പാരമ്പര്യം പറഞ്ഞ് ഇവർക്ക് മാറ്റാൻ സാധിക്കാതെ അനേകർ ഒളിച്ചു സ്നാനപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ വത്സൻ എബ്രഹാം, IPC-യിലായിരിക്കുന്ന വത്സൻ എബ്രഹാം, PM ഫിലിപ്പ്, ഇങ്ങനെയുള്ളവരെല്ലാം അമേരിക്കയിൽ പോയി സ്നാനപ്പെട്ടതാണ്. PM ഫിലിപ്പ് എന്ന് പറഞ്ഞൊരു വ്യക്തി അപ്പോസ്തലിക് ചർച്ച് ഓഫ് പെന്തക്കോസ്ത് മണർകാട്ടുള്ള നീൽസൺ സാഹിബ് അവിടെ ആയിരിക്കുമ്പോൾ ഈ PM ഫിലിപ്പ് വലിയ സൂട്ടും കോട്ടും 2-3 പേരുമായിട്ട്
ഈ അപ്പോസ്തലിക ചർച്ചിലെ ഈ നീൽസണുമായിട്ട് തർക്കിക്കാൻ മണർക്കാട്ടുള്ള ഓഫീസിൽ ചെന്നു. ഇദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീൽസൺ സാഹിബ് കബോർഡ് തുറന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് വി എം ഫിലിപ്പിനെ കാണിച്ചു. വി എം ഫിലിപ്പ് ഇത് ആരാന്ന് ചോദിച്ചു. എന്താ സംഭവം അറിയാമോ? ഈ പി എം ഫിലിപ്പ് അമേരിക്കയിൽ പോയി ചെന്നതിന് ശേഷം ഈ നീൽസൺ സാഹിബിന്റെ അപ്പനും അമ്മയും അവിടെ പേരൻസ് കൂടുന്ന ചർച്ചിൽ പോയിട്ട് ഈ പുള്ളി അവിടെ സ്നാനമേറ്റ്. ആ ഫോട്ടോ ഈ മോന് നീൽസൺ സാഹിബിന് അവിടെ അപ്പനും അമ്മയും അയച്ചു കൊടുത്ത് അത് പുള്ളി വെച്ച് നീൽസൺ സാഹിബിനെ ഈ പി എം ഫിലിപ്പിനെ കാണിച്ചപ്പോൾ തലയും മുറിച്ചിട്ട് ഓടിപ്പോയി പാർട്ടിയാ. മനസ്സിലായോ? ഇതൊക്കെയാണ് ചരിത്രങ്ങള്. ഈ കുമ്പനാട്ട് അവർക്ക് ഒരു സെമിട്രി കൊടുത്തത് ആരാന്നറിയാമോ? സിസം സാഹിബ്, അല്ലെങ്കിൽ UPCയുടെ ആദ്യ സ്ഥാപകരായിരുന്ന സിസം. അവരാണ് ഈ ഹെബ്രോണിൽ അവർക്ക് ഒരു ശവക്കോട്ടയുടെ സ്ഥലം കൊടുത്തത്. ഈ കെ എബ്രഹാമിന് അമേരിക്കയിൽ പോകാൻ സ്പോൺസർ ചെയ്തത് ഈ UPCയിലെ യേശുനാമക്കാരനായ ആ സഭയിലെ മെയിൻ സ്ഥാപകനായിരിക്കുന്ന സിസമാണ് ഒരു സ്പോൺസർ ചെയ്തത് ആദ്യമായിട്ട് ഈ കെ എബ്രഹാം അമേരിക്കയിൽ പോകാൻ. അതുകൊണ്ട് വലിയ അങ്ങ് മതിലിന്റെ മേളിൽ ഇരുന്നിട്ട് കൊമ്പത്തിരുന്ന ചരിത്രങ്ങളൊന്നും വിളമ്പരുതേ. ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് സത്യങ്ങൾ ഇറക്കും ഞങ്ങള്. അതുകൊണ്ട് യേശുനാമത്തെ ചവിട്ടിക്കളയാനോ യേശുനാമക്കാരെ ദുഷിക്കാനോ പരിഹസിക്കാനോ മുതിർന്നാൽ വചനമെന്ന വാളെടുത്ത് ഞങ്ങൾ വെട്ടി നശിപ്പിക്കും ഞങ്ങള്. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് മനോജ് ദാനിയേലെ, എവിടുന്ന് നിനക്ക് കിട്ടി ഈ 3 ദൈവത്തെ? നീ എവിടുന്ന് കൊണ്ടുവന്നത്? ഇത് ബൈബിളിന് വെളിയിലുള്ളതാ. നിനക്ക് 3 ദൈവം വേണമെങ്കിൽ നിന്റെ ക്രിസ്ത്യാനിത്വം ഉപേക്ഷിച്ചിട്ട് നീ അവിടെ പോവാ. ആ സാത്താന്റെ കൂടെ നീ പോ. നിന്റെ ഉള്ളിലുള്ള സാത്താൻ വെച്ചിട്ട് നീ ഏരിയാണെന്നും നീ ക്രിസ്ത്യാനിയാണെന്നും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, അതൊന്നും ഞങ്ങളുടെ മുമ്പിൽ വിലപ്പോകുകയല്ല കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ സോറി, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാ ശനിയാഴ്ച മലയാളത്തിലും വെള്ളിയാഴ്ച ആൾട്ടർനേറ്റീവായിട്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ലൈവ് യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷ എന്നുള്ള ഉപദേശത്തിന്റെ ഗ്രൂപ്പിൽ നടത്തുന്നുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ അവിടെ വാ, തെളിയിക്ക് നിന്റെ 3 ദൈവത്തെ ഒന്ന്. എഗെയിൻ സോറി, നിങ്ങളുടെ ദൈവത്തെ ഒന്ന് തെളിയിച്ചേ. 3 ദൈവം. വേറെ വിഷയമുണ്ട്. നീ എന്ന് പറയുന്നതിനും കുഴപ്പമൊന്നുമില്ല. അനുഷ്കാമനം എടാ പോടാ വാടാ ഊളെന്നൊക്കെ പറയുന്നുണ്ട്. അവരൊന്നും പറയുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ 3 ദൈവത്തെ കളഞ്ഞ് ഏകസത്യ ദൈവമായ കർത്താവായ യഹോവയെ ഇസ്രായേൽ ജനം അനുസരിക്കുകയും സേവിക്കുകയും ചെയ്തതുപോലെ പുതിയ നിയമത്തിലും ഏകസത്യ ദൈവമുള്ളവനായി വന്നിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുക. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവായ 3 ദൈവത്തെയും പ്രസംഗിക്കുന്നതാണ് പറഞ്ഞത്. ഇസ്രായേൽ കേൾക്കാൻ യഹോവ നമ്മുടെ ദൈവമാകുന്നു. ഞങ്ങൾ 3 യഹോവകളുണ്ടെന്ന് പറഞ്ഞ എവിടെയും എവിടുന്ന് കിട്ടി ഈ 3 ചരക്ക്? മത്തായിയുടെ 28 തൂങ്ങി കിടക്കാതെ ഉണ്ടല്ലോ. മുമ്പോട്ട് വാ. മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. അവിടെ വരുമ്പോൾ മനസ്സിലാകും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം യേശുക്രിസ്തു ആണെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവർ യേശുക്രിസ്തുവിനെ അവസാനപ്പെടുത്തിയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ദൈവഭാഗത്തിലേക്ക് കടന്നു വരാൻ ആഹ്വാനം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.